ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രത്യേക വിശേഷ ദിവസത്തിന് പോലും തമ്മിൽ കാണാൻ അനുവദിക്കാത്ത രണ്ട് മക്കളും മരുമോളും. അച്ഛൻ ഇന്ന് തന്നെ എത്ര റിസ്ക് എടുത്തും ഏത് വിധേനയും അമ്മയെ പോയി കണ്ടിരിക്കണം. ഇവിടുത്തെ വൃത്താന്തങ്ങൾ അറിയാഞ്ഞ് കിളവൻ ഇരിപ്പുറയ്ക്കുന്നില്ല. കിളവിയുടെ ഫോൺ പിടിച്ചു വാങ്ങി സ്വിച്ച് ഓഫ് ആക്കിയതുകൊണ്ട് അതിന് വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. പിന്നുള്ളത് എന്റെ ഫോണാ, അതെപ്പോഴേ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞു. ഇന്ന് വിരഹതാപം കൊണ്ട് സ്വയം ഇരുന്ന് ഉരുകാനേ നിവർത്തിയുള്ളൂ. കഴിഞ്ഞ വാർഷികത്തിന് മോൾ ഒരു തുരുമ്പട്ട് പോയത്, എന്നിട്ടും വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചോളാൻ വയ്യ. മനോജ് ഫോൺ എടുക്കുന്നില്ല. ഹരിതയുടെ ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെങ്ങനെ എന്റെ ചന്ദ്രനോട് ഞാനൊന്ന് സംസാരിക്കുന്നേ? ജഗതയോടൊപ്പമുള്ള ആ മീനാക്ഷിയുടെ നമ്പർ അറിയാവല്ലോ. മീനാക്ഷി ഒന്ന് വിളിക്കാം. മീനാക്ഷിയുടെ ഫോണും സ്വിച്ച് ഓഫ്. ഇനി എന്താ ചെയ്യ? ദൈവമേ, എന്ത് പരീക്ഷണമാ ഇതൊക്കെ! എന്താച്ചാ ആകെ മൂഡ് ഓഫ് ആണല്ലോ? ചന്ദ്രു എന്തോ കടുത്ത വിഷമത്തിലാണെന്ന് എന്റെ മനസ്സ് പറയുന്നു മോളെ. പ്രകാശനുള്ള വാശി തീർക്കാൻ മനോജും ഹരിതയും ചേർന്ന് അവളെ ഇങ്ങോട്ട് വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ പ്രകാശം പറഞ്ഞത്. അത് സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറ, നിനക്ക് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ മോളെ? അച്ഛനറിയാലോ പ്രകാശേട്ടനെ. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി ആരെയും ബലിയാടാക്കി കഷ്ടപ്പെടുത്താൻ ഒരു മടിയില്ലാത്ത ആളാ പ്രകാശേട്ടന്. അക്കാര്യത്തില് അച്ഛനമ്മമാരെന്നോ സഹോദരങ്ങളൊന്നും നോട്ടമില്ല. ഇതമ്മ വീണ്ടും ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രകാശേട്ടൻ കെട്ടിച്ചമച്ച നുണയാവാനും സാധ്യതയുണ്ട്. എനിക്കത് മനസ്സിലായി. മനോജിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഹരിതയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ചന്ദ്രന്റെ ഫോണാണെങ്കിൽ കംപ്ലൈന്റുവാ. ഒന്നും അറിയാൻ ഒരു വിധത്തിലും കഴിയുന്നില്ല. എനിക്കുടനെ ചന്ദ്രനെ കാണാൻ പോണം മോളെ. പക്ഷേ പ്രകാശന്റെ നിലപാട് ഓർക്കുമ്പോ പേടിയാ എനിക്ക്. ഞാൻ എന്ത് വേണം മോളെ? അച്ഛന്റെ അമ്മയുടെയും ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് ശക്തമായിട്ട് പ്രതികരിക്കണമെന്നുണ്ട്. പ്രത്യേക വിശേഷ ദിവസത്തിന് പോലും തമ്മിൽ കാണാൻ അനുവദിക്കാത്ത രണ്ട് മക്കളും മരുമോളും. അച്ഛൻ ഇന്ന് തന്നെ എത്ര റിസ്ക് എടുത്തും ഏത് വിധേനയും അമ്മയെ പോയി കണ്ടിരിക്കണം. മനോജും ഹരിതയും കണ്ട പ്രശ്നമാകുമെങ്കിൽ അച്ഛൻ രഹസ്യമായിട്ട് രാത്രിയിൽ പോയാലും മതി. ഭാര്യയെ കാണാൻ ഭർത്താവിന് രാത്രി സഞ്ചാരം കൊണ്ടേ കഴിയുമെങ്കിൽ ആ വഴി തന്നെ നോക്കണം. അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്ത് അതെന്തായാലും വരുമ്പോലെ വരട്ടെ എന്നങ്ങ് തീരുമാനിക്കണം. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇതിലും വലിയ റിസ്ക് എടുത്ത് കൊട്ടാരത്തിൽ കയറി അമ്മയുടെ കൈയും പിടിച്ച് നെഞ്ചുറപ്പോടെ ഇറങ്ങി വന്ന ആളല്ലേ അച്ഛൻ. പിന്നെയാണോ അച്ഛൻ ജനിപ്പിച്ച മനോജും ഇത്തിരി പോന്ന ഹരിതയും? ഇരുളിന്റെ മറപറ്റി അച്ഛൻ കാണാൻ പോകുന്നത് മറ്റൊരുത്തന്റെ ഭാര്യയല്ല, അച്ഛന്റെ അടയാളമായി സിന്ദൂരം നെറുകയിലിട്ട സ്വന്തം ഭാര്യയെ കാണാനാ.
കൊള്ളാം. കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ചന്ദ്രികാവർമ്മയുടെ ക്ഷത്രിയ വീര്യം മുഴുവൻ മരുമകൾക്ക് പകർന്നു കൊടുത്തുവെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാ പ്രതീക്ഷകളും വിശ്വാസങ്ങളും എന്നിൽ അർപ്പിച്ചുകൊണ്ടാണ് നീ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. ഊട്ടിയാ അവര് പ്ലാൻ ചെയ്യുന്നത്. ഊട്ടി എങ്കിൽ ഊട്ടി, നമുക്ക് മസനഗുഡി വഴി പോവാം. പുലിയും കടുവയും കാട്ടുപോത്തിനെയും കാട്ടാനെ കണ്ട് ഒരു യാത്ര, നല്ല ത്രില്ലായിരിക്കും. അതൊരു വൈബാ. സിംഗപ്പൂർ ആയിരുന്നു എന്റെ സജഷൻ. അല്ല ഹരിതേ, ഈ സിംഗപ്പൂരിൽ ഇപ്പോ മോനെ, മാധവേട്ടൻ ഇന്നിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. അച്ഛൻ വരുമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഹരിതേ, നിന്നോട് പറഞ്ഞായിരുന്നോ? എന്നോടാരും ഒന്നും പറഞ്ഞില്ല. അച്ഛൻ വെറുതെ പറഞ്ഞായിരിക്കും അമ്മേ. അല്ല, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാ. ഇന്നത്തെ ദിവസം ഞങ്ങൾ തമ്മിൽ കാണാതിരിക്കില്ല, ഇതുവരെ കാണാതെ ഇരുന്നിട്ടുമില്ല. മോനെ, അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് കാണണം. മോൻ എന്നെ അച്ഛൻ്റെ അടുത്തൊന്ന് കൊണ്ടാക്കുവോ? അമ്മേ, അത് ഞാൻ ഈ കാര്യത്തിൽ മോൻ എതിർപ്പൊന്നും പറയരുത്. അച്ഛനെ ഒരു നോക്കുന്ന കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. മനോജ്, നിനക്ക് നമ്മൾ ഒളിച്ചോടി വന്ന ദിവസം ഓർമ്മയുണ്ടോ? ഫെബ്രുവരിയില 14 16 എന്നറിയില്ല. നിനക്കത് ഓർമ്മയില്ല. സത്യം പറഞ്ഞ എനിക്കും ഫെബ്രുവരിയിലാണെന്നേ അറിയൂ. നമ്മൾ ഇതുവരെ ആ ദിവസം ആഘോഷിക്കാൻ നിന്നിട്ടില്ല എന്ന് പറയുന്നതാ സത്യം. യുവമിഥുനങ്ങളായ നമ്മൾ കല്യാണ വാർഷികം ആഘോഷിക്കുന്നില്ല. അപ്പോഴാ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കിളവനും കിളവിയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ നിൽക്കുന്നത്. മാനത്തെ കൊട്ടാ